നബിതങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ സ്വാഹിബു സിർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ തന്റെ കയ്യിൽ കുറച്ച് ചരൽക്കല്ലുകൾ വാരിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ചരൽക്കല്ലുകൾ പോലെ വ്യക്തമാണ്, പ്രശോഭിതമാണ് അള്ളാഹുവിന്റെ ദീൻ എന്നത്. ശേഷം അദ്ദേഹം ആ ചരൽക്കല്ലുകൾ വെക്കുകയും അതിനു മീതെ കുറെ മണ്ണുകൾ വാരിയിട്ടു. മണ്ണ് വാരിയിട്ടിട്ട് ആ ചരൽക്കല്ലെല്ലാം മണ്ണിലേക്ക് അങ്ങ് മൂടിപ്പോയി. ആ കല്ലുകൾ കാണാത്ത അവസ്ഥയെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മണ്ണ് കൊണ്ട് ഈ കല്ലുകൾ മൂടിപ്പോയതുപോലെ ഭാവിയിൽ ചില ആളുകൾ വരും, അവിടെ ഈ ദീനിനെ അവർ മൂടിക്കളയും. ചില ആളുകൾ വരാനുണ്ട്, ഈ ദീനിനെ അവർ കുഴിച്ചു മൂടും, ഈ ചരൽക്കല്ലുകളെ മൂടിപ്പോയതുപോലെ വിദ്യാർത്ഥികൾ ചെയ്തുകൊണ്ട് മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ മതത്തിന്റെ മേലെ കൊണ്ടുവന്ന് മൂടി അതെല്ലാം ഇതിനെ മീരയിട്ട് അവസാനം ഈ മതം കാണാത്ത അവസ്ഥയിലേക്ക് പോകുമെന്ന് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇത് വല്ലാഹി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദഅ എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ സംഭവമാണ്. സമാനമായ ധാരാളം സംഭവങ്ങൾ സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ കഴിയും. മതത്തിലേക്ക് ഇല്ലാത്തത് കൊണ്ടുവരികയും ആ ഓരോന്ന് കൊണ്ടുവരുമ്പോൾ പകരം മതമാണ് അതിനുള്ളിൽ മൂടപ്പെട്ടു പോകുന്നത്. ഓരോന്ന് വന്ന് ഇടുമ്പോൾ വ്യക്തമായ ദീന് അത് മറക്കപ്പെട്ടു പോവുകയാണ്, അത് മൂടപ്പെട്ടു പോവുകയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്, നബി തങ്ങളെ കൂടെ ജീവിച്ച ആളാണല്ലോ നിങ്ങളൊക്കെ, ആ നബി എങ്ങാനും ഇന്ന് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഏതെങ്കിലും കാര്യം നബി എതിർക്കുമോ, നബിക്ക് പരിചയമില്ലാത്തവരിലും ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഇന്ന് നബി എങ്ങാനും വന്നാൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും കാര്യം നബിക്ക് പരിചയം ഉള്ളതുണ്ടാകുമോ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചത്. സ്വഹാബിയാണ് ചോദിക്കുന്നത്. ഇമാം ഔസാഇയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് ഉദ്ധരിച്ചവർ പറയുന്നു, എങ്കിൽ ആ അബൂ ദർദാ ഇന്ന് വരികയാണെങ്കിൽ എന്തായിരിക്കും പറയാ എന്നാണ് ഔസാഇ പിന്നെ പറഞ്ഞത്. അന്ന് അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ ഇന്ന് അദ്ദേഹം വന്നാൽ അദ്ദേഹം എന്തു പറയുമെന്ന് ഇമാം ഔസാഇ പറയുന്നു. ശേഷം ഇബ്നു വല്ലാഹി പറയാണ്, ഇന്ന് ഔസാഇ വന്നാൽ അദ്ദേഹം എന്തായിരിക്കും പറയാ. ഇതൊക്കെ 1000 കൊല്ലം മുമ്പ്, 1100 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തി വെച്ച, ഇന്നാണെങ്കിലോ പറയേണ്ടതുമില്ല. ആ രൂപത്തിലേക്ക് സുന്നത്തുകളെല്ലാം കുഴിച്ചു മൂടപ്പെട്ട് ബിദ്അത്തുകൾ അതിനു മീതെ മണ്ണുകളായി വന്ന് ചൊരിഞ്ഞ് ആ ബിദ്അത്ത് കൊണ്ട് സുന്നത്തുകളെ മൂടിക്കളയുന്ന ഇത് ഫരൂന ഹാദ ദീന, ഈ മതത്തിനെ അവർ ദഫൻ ചെയ്യുമെന്നാണ്. ദഫൻ ചെയ്യാം, സാധാരണ മരിച്ച മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി മൂടുന്നതിന് ഈ വാക്ക് ഉപയോഗിക്കും. ഖബറടക്കുക എന്ന വാക്കിന് ദഫന എന്നാണ് ഉപയോഗിക്കാറുള്ളത്. ആ പദമാണ് ഉപയോഗിച്ചത്. എന്നതുപോലെ ദീനിനെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടുന്ന ആളുകൾ വരാനുണ്ട് ബിദ്അത്തുകളുമായിട്ട്. അങ്ങനെ ആ ബിദ്അത്തുകൾ സജീവമായി അതാണ് ദീന്, അതാണ് പുറത്തേക്ക് കാണുക, അതിനാണ് സജീവത. ശരിയായ മതം അതിനടിയിൽ മൂടപ്പെട്ടു പോയി, കുഴിച്ചു മൂടപ്പെട്ടു പോയി എന്ന സാഹചര്യം വരാനുണ്ട് എന്ന് നബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായി വിശേഷിപ്പിക്കപ്പെടുന്ന സ്വാഹിബു സിർ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്.